പ്രിയ അക്ബർ ഭായ്, നമസ്കാരം. നിങ്ങളുടെ സ്വർഗവും ഞങ്ങളുടെ സ്വർഗവും തമ്മിൽ അജഗജാന്തരമാണ്, വലിയ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ സ്വർഗം എന്ന് പറയുന്നത് സുഖങ്ങളുടെ അവസാനത്തെ വാക്കാണ്. നിങ്ങൾ ജീവിക്കുന്നത് തന്നെ സ്വർഗം കിട്ടാനാണ്. സ്വർഗം നിങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യമാണ്. ഹിന്ദുവിൽ സ്വർഗമുണ്ട്. പക്ഷെ നിങ്ങളുടെ സ്വർഗം കിട്ടുവാൻ ഞങ്ങൾക്കാർക്കും പറ്റില്ല. അതായത് ഞങ്ങളൊക്കെ മനുഷ്യന്മാരാണ്. മുസ്ലിം അല്ലാത്ത ഒരാൾക്കും നിങ്ങളുടെ വിശ്വാസപ്രകാരം സ്വർഗത്തിൽ സ്ഥാനമില്ല. സ്വർഗം നിഷേധിക്കുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഖുർആൻ പറയുന്നു. ഞാനൊന്ന് വായിക്കാം. ആർക്കെല്ലാം നരകം കിട്ടും? അതായത് മുജാഹിദ് ബാലുശ്ശേരി, നിങ്ങളുടെ നേതാവ്, മുജാഹിദുകൾ ഇറക്കിയ പുസ്തകത്തിന്റെ പേര് ജീവിതം എന്തിന്, പേജ് നമ്പർ 36. അപ്പൊ 36ാമത്തെ പേജിൽ ഒരുപാട് ടൈപ്പ് ആളുകൾക്കുണ്ട്. ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ പറയാം. ഒന്ന്, ആർക്കെല്ലാം നരകം? ദൈവത്തിന് രൂപമുണ്ടാക്കുന്നവർക്ക് നരകം. അപ്പൊ ഹിന്ദുക്കൾ 33 കോടി ദൈവങ്ങളെ ക്ഷേത്രത്തിൽ രൂപമുണ്ടാക്കി ആരാധിക്കുന്നവരാണ്. അപ്പൊ നിങ്ങളുടെ നേതാവ് മുജാഹിദ് ബാലുശ്ശേരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചു പോയാൽ നരകത്ത് പോകും. കറക്റ്റ്. രണ്ടാമത്തേത്, സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം. എത്ര ആലോചിച്ചിട്ടും ഇതുവരെ എനിക്ക് പിടികിട്ടിയിട്ടില്ല. ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഒരു ലോഹം കയ്യിൽ ഒരു മോതിരമായിട്ട് ഒരു ഹിന്ദു പുരുഷനിട്ടാൽ അവരെന്തിനാണ് നരകത്തിൽ പോകുന്നത് എന്ന് മനസ്സിലായിട്ടില്ല. സ്ത്രീകൾക്ക്, ഹിന്ദുക്കൾക്കും മുസ്ലിം സ്ത്രീകൾക്കും എല്ലാം സ്വർണം ഉപയോഗിക്കാം. അത് നരകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി മൂന്നാമത്തേത് ക്രിസ്ത്യാനികൾക്കുള്ള നരകത്തെയാണ്. ഹറാമായ ഭക്ഷണം കഴിക്കുന്നവർക്ക് നരകം. അതായത് പന്നിയുടെ മാംസം. എന്തുകൊണ്ടാണ്? പന്നി ഇസ്ലാമിന്റെ ഈ ഒരു ഭീകരത കൊണ്ട് രക്ഷപ്പെട്ടു പോയ ഒരൊറ്റ ജീവിയേ ഉള്ളൂ. അത് പന്നി മാത്ര. മഹാഭാഗ്യം ചെയ്തൊരു ജന്മം. എന്തുകൊണ്ടാണ് പന്നി മാത്രം രക്ഷപ്പെട്ടതെന്ന് മനസ്സിലായിട്ടില്ല. കാരണം നിങ്ങളുടെ വിശ്വാസപ്രകാരം ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളും മനുഷ്യനെ ഒന്നു നിന്നാൻ വേണ്ടി അള്ളാഹു പടച്ചതാണ് എന്നൊക്കെയാണ് നിങ്ങളുടെ കിതാബിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. മലയാളത്തിലാണ് ഞാൻ വായിച്ചത്, എനിക്ക് അറബി അറിയില്ല. അപ്പോ നിങ്ങളുടെ വിശ്വാസപ്രകാരം പന്നി മാത്രമാണ് ഹറാമായ ഭക്ഷണം. പക്ഷെ ഈ നിങ്ങൾക്ക് ഹറാമായ ഭക്ഷണം ഡെയിലി കഴിക്കുന്നവരാണ് ക്രിസ്ത്യാനികളിൽ ബഹുഭൂരിപക്ഷം. അപ്പൊ നിങ്ങളുടെ വിശ്വാസപ്രകാരം ഉമ്മൻചാണ്ടിക്ക് നിത്യ നരകായിരിക്കും. നിങ്ങളുടെ വിശ്വാസപ്രകാരം മഹാത്മാഗാന്ധിക്ക് നിത്യ നരകായിരിക്കും. നിങ്ങൾക്ക് മഹാത്മാഗാന്ധി വിഗ്രഹാരാധകനാണ്. മഹാത്മാഗാന്ധി എത്ര നല്ലവനാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം വിഗ്രഹാരാധകനായതുകൊണ്ട്, ഹേ റാം വിളിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് നരകം ലഭിക്കും എന്ന് മനസ്സിലാക്കണം. ഇനി നിങ്ങൾ പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അമ്പലത്തിലും വിശ്വാസവും ഇല്ല, ഒന്നും ചെയ്യാറില്ല. അപ്പൊ അങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് നരകം കിട്ടും. കാരണം കല്യാണ സമയത്ത് അദ്ദേഹം സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ സ്വർണം ഉപയോഗിച്ച പുരുഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നരകം കിട്ടും. ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ആളുകൾക്ക് നരകം പറയുന്നു. അപ്പൊ നിങ്ങളുടെ സ്വർഗത്തിൽ ഒരു കാരണവശാലും ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ജൂതനോ പാഴ്സിയോ കമ്മ്യൂണിസ്റ്റുകാരനോ എത്തില്ല. ഞങ്ങളുടെ സ്വർഗം അങ്ങനെയല്ല. ഞങ്ങളുടെ സ്വർഗം മനുഷ്യനുള്ളതാണ്. എന്താണ് മാനദണ്ഡം? പുണ്യ പാപ കർമ്മങ്ങളുടെ അടിസ്ഥാനം. നീ പുണ്യമാണോ ചെയ്തത്, നിനക്ക് സ്വർഗം. നീ പാപമാണോ ചെയ്തത്, നിനക്ക് നരകം. ഇതൊന്നും സ്ഥായിയല്ല. പുണ്യം ക്ഷയിച്ചാൽ താഴേക്ക് പതിക്കും, അതുപോലെ പാപം ക്ഷയിച്ചാലും താഴേക്ക് പതിക്കും. ആത്യന്തികമായി ഹിന്ദുവിൽ മോക്ഷമാണ്. അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പൊതുവെ ആളുകൾക്ക് മനസ്സിലാവില്ല. പഠിക്കേണ്ട വിഷയമാണ്. എന്താണ് മോക്ഷം? പരമാത്മാവിൽ ലയിക്കുന്നതാണ്. എന്താണ് പരമാത്മാവ്? ഈശ്വരനാണ്. അപ്പൊ അതൊക്കെ നമുക്ക് പിന്നീട് കുറച്ച് പഠിക്കേണ്ട വിഷയങ്ങളാണ്. നമുക്ക് അതിലേക്ക് വരാം. അപ്പോ സ്വർഗത്തിനു വേണ്ടി നിങ്ങളുടെ ഭീകരൻ പൊട്ടിത്തെറിക്കുന്നു. അപ്പൊ അവരെ സംബന്ധിച്ച് അന്ത്യനാള് വരെ പള്ളിപ്പറമ്പിൽ കിടക്കാതെ ഓൺ ദ സ്പോട്ടിൽ സ്വർഗം കിട്ടണമെങ്കിൽ അവൻ ജിഹാദിൽ മരിക്കണം. പരിശുദ്ധ യുദ്ധം, അതായത് അള്ളാഹുവിന് വേണ്ടി നടക്കുന്ന യുദ്ധത്തിൽ മരിച്ചാലാണ് ഓൺ ദ സ്പോട്ടിൽ സ്വർഗം കിട്ടുന്നത്. അല്ലെങ്കിലോ ഖിയാമത്ത് നാൾ വരെ പള്ളിപ്പറമ്പിൽ കിടന്ന് പ്രളയം വന്ന് സർവ്വതും നശിച്ച് ആ സമയത്ത് ഈശാ നബി അവതരിച്ച് കുഴലൂതി എല്ലാവരും പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് നേരെ മുകളിലേക്ക് ഉയർന്ന് മഹഷറയിലെത്തി മഹഷറയിൽ വെച്ച് വിചാരണ ചെയ്ത്, വിചാരണ തെറ്റിന്റെ ശരിയുടെ അടിസ്ഥാനത്തിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരാളുണ്ട്, എഴുതി വെക്കുന്ന ഒരാൾ, ചിത്രഗുപ്തൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇതൊക്കെ എഴുതി വെക്കുന്ന ആളാണ്, തെറ്റും ശരിയൊക്കെ. അങ്ങനെ എഴുതി വെക്കുന്ന ആൾ നിങ്ങളുണ്ട്, പേരെന്താന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ തെറ്റും ശരി 51% ശരി ചെയ്തവന് നിത്യ സ്വർഗവും, 49% അദ്ദേഹം തെറ്റ് ചെയ്തു എങ്കിൽ അതിന് ഒരു ശിക്ഷയുമില്ല. നിങ്ങളുടെ സ്വർഗത്തിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഞങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ ചെയ്ത പുണ്യത്തിന് സ്വർഗത്തിൽ അനുഭവിച്ച് വന്നതിന് ശേഷം നിങ്ങൾ ചെയ്ത പാപത്തിന് നരകത്തിലിട്ട് പൊരിക്കുന്ന പരിപാടിയൊക്കെ ഞങ്ങൾക്കുണ്ട്. അപ്പൊ അവിടെ പുണ്യം ചെയ്താൽ പുണ്യത്തിന്റെ റിസൾട്ട്,
പാപം ചെയ്താൽ പാപത്തിന്റെ റിസൾട്ടും കിട്ടും. ഇവിടെ ഒരാള് 49% തെറ്റ് ചെയ്തു, ശരി ചെയ്തു, 51% തെറ്റായി പോയാൽ ഈ 49% ശരിയുടെ ഗുണം അദ്ദേഹത്തിന് കിട്ടില്ല. അവിടെ പെർമനന്റ് ആയ നരകമാണ്, പെർമനന്റ് സ്വർഗമാണ്. സ്വർഗത്തിൽ നിങ്ങൾ പറയുന്നത് സ്വർഗത്തിൽ കക്കൂസില്ല, അതുപോലെ സ്വർഗത്തിൽ മലമൂത്ര വിസർജ്യാദികളൊന്നും ഉണ്ടാവില്ല, സ്വർണത്തിന്റെ പുഴയുണ്ട്, മദ്യത്തിന്റെ പുഴയുണ്ട്. ഇവിടുന്ന് മദ്യം കഴിക്കരുതെന്നൊക്കെ പറയും, പക്ഷെ മദ്യത്തിന്റെ പുഴ അവിടെയുണ്ട്, തേനിന്റെ പുഴയുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്നു. സ്വർഗമുണ്ട് എന്ന കാര്യത്തിൽ എൻ്റെ കയ്യിൽ യാതൊരു ഉറപ്പുമില്ല. ഇപ്പൊ സ്വർഗത്തിലെത്താൻ വേണ്ടി ആളുകൾ മരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഹിന്ദുക്കൾ ചിരിക്കുക ചെയ്യാം. സ്വർഗം ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, ദൈവം ഉണ്ടാവാം, ഉണ്ടാകാതിരിക്കാം, രണ്ടിനുള്ള സ്വാതന്ത്ര്യം വേണം. അതാണ് ഹിന്ദുത്വം. ദൈവം ഉള്ളവനും ഇല്ലാത്തവനും ഹിന്ദുവാണ്. ദൈവമില്ല എന്ന് വിശ്വസിച്ച ചാർവാകനെയും ദൈവം ഉണ്ട് എന്ന് വിശ്വസിച്ച വാൽമീകിയെയും മഹർഷി എന്ന് വിളിച്ച് ആരാധിക്കുന്നവരാണ് ഞങ്ങൾ ഹിന്ദുക്കളും. അപ്പൊ ഞങ്ങൾക്ക് ഇത് രണ്ടിനും സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് പറയുന്നവരാണ്. അപ്പൊ ഈ സ്വർഗം എവിടെയാണ്? എന്തായാലും ചന്ദ്രന്റെയും ഭൂമിയുടെയും ഇടയിൽ സ്വർഗം ഇല്ല. പക്ഷെ നിങ്ങൾ ആത്യന്തികമായിട്ട് സ്വർഗത്തിന് വേണ്ടി പൊട്ടിത്തെറിക്കുവാനും മതം ചോദിച്ച ആളുകളെ കൊല്ലുവാനും ലോകമെമ്പാടും നിങ്ങൾ തയ്യാറാകുന്നത് നിങ്ങൾ 4-ാമത്തെ വയസ്സ് മുതൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കുന്ന തെറ്റായ മിഥ്യയായ ഈ സ്വർഗമാണ്. ഒരു ഉറപ്പുമില്ലാത്തൊരു സ്വർഗത്തിന് വേണ്ടി ഭൂമിയെ നിങ്ങൾ നരകമാക്കുകയാണ് ചെയ്യുന്നത്. ഇസ്ലാം മതം ഭൂമിയെ നരകമാക്കുന്നു. എല്ലാ ഇസ്ലാമും അല്ല, 90% ഇസ്ലാമും നല്ലവരാണ്. പക്ഷേ 10% ഭീകരന്മാരാണ് നിങ്ങളുടെ മതത്തെ കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് പ്രബോധകന്മാരിൽ നല്ലൊരു ശതമാനം ഭീകരന്മാരായി വന്നിരിക്കുന്നു. ഇപ്പൊ സക്കീർ നായിക് നിങ്ങളുടെ ഹീറോ ആണ്, നിങ്ങൾ എപ്പോഴും പറയും സക്കീർ നായിക്. സക്കീർ നായിക് ലോകത്തിലെ ഭീകരവാദ പട്ടികയിൽ ഇടം പിടിച്ച ആളാണ്. അയാൾ ഭാരതത്തിൽ ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് ഓടി ഒളിച്ച ആളാണ്. പിന്നെ നിങ്ങൾ പറയും MM അക്ബർ, മുജാഹിദ് ബാലുശ്ശേരി, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ വലിയ പണ്ഡിതന്മാർ, പ്രബോധകന്മാർ. പച്ചക്ക് എന്താ ഇവർ പറയുന്നത്? നിങ്ങൾ റംസാന് നോമ്പ് തുറയ്ക്കൊന്നും ഹിന്ദുക്കളെ ക്ഷണിക്കരുത്, നിങ്ങൾ അവന്റെ വീട്ടിൽ ഓണത്തിന് പോയിട്ട് ഉണ്ണരുത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനുഷ്യ മനസ്സുകളെ മൊത്തത്തിൽ വിഭജിക്കുന്നത് ഞങ്ങളുടെ ഗ്രാമപ്രദേശങ്ങൾ പോലും ആയിരിക്കുന്നു. പണ്ട് ഞങ്ങളൊക്കെ ഈ റംസാൻ കാലത്ത് ഒരു 10-20 നോമ്പ് തുറകൾ ഞങ്ങൾക്ക് ഉണ്ടാവുമായിരുന്നു. സന്ധ്യാസമയത്ത് മുസ്ലിങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ ഞങ്ങളെ കൂടെ വിളിക്കുമായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാം സംഘികൾ എന്ന പട്ടം ഉള്ളത് കൊണ്ട് ഇപ്പൊ വിളിക്കാത്താണെന്ന് കരുതി. ഇപ്പൊ അങ്ങനെയല്ല, കോൺഗ്രസ്സുകാരെയും വിളിക്കാറില്ല, കമ്മ്യൂണിസ്റ്റുകാരെ തീരെ വിളിക്കാറ്, ഒരു ഹിന്ദുവിനെയും വിളിക്കാറില്ല. കാരണം അമുസ്ലിങ്ങളെ ഇത്തരം മുസ്ലിങ്ങളുടെ ചടങ്ങിന് വിളിക്കരുത് എന്ന് നിങ്ങളുടെ പള്ളി കമ്മിറ്റിയുടെ തീരുമാനമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. ഞങ്ങൾക്ക് നിങ്ങളുടെ നോമ്പ് തുറയിൽ ഹിന്ദുവായ എനിക്ക് വരാൻ പറ്റുമോ? അത് പറ്റുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോഴേക്ക് നിങ്ങൾ നരകത്ത് പോവോ? ഞാൻ വന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ആ നോമ്പ് തുറയുടെ ഭാഗമായിട്ട് കുറച്ച് ഭക്ഷണം തന്നാൽ നിങ്ങൾ നരകത്ത് പോവോ? എന്തൊക്കെയാണ് സംഭവിക്കുക? അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി. ഇങ്ങനെ ഒരു താണ ശൈലിയിൽ ഏറ്റവും തരംതാണ രീതിയിലുള്ള ചിന്താ മണ്ഡലത്തെ രൂപപ്പെടുത്തരുത്. വിശാലമായിട്ട് ചിന്തിക്കൂ. ദൈവമുണ്ട് എന്നതിനൊരു തെളിവില്ല സുഹൃത്തെ. സ്വർഗമുണ്ട് എന്നതിനൊരു തെളിവും നമ്മുടെ കയ്യിൽ ഇല്ല. ഇതൊക്കെ വിശ്വാസമാണ്. മനുഷ്യ സമൂഹത്തിൽ വിശ്വാസമില്ലാതെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലാവർക്കും വിശ്വസിക്കുവാൻ സ്വാതന്ത്ര്യം ഉണ്ടാവണം. അതുകൊണ്ടാണ് ഈശ്വര വിശ്വാസിയായ വാൽമീകിക്കും ഈശ്വര നിഷേധിയായ ചാർവാകനും ഞങ്ങൾ ഒരേ പ്രാധാന്യം കൊടുത്തു. ഇപ്പൊ നിങ്ങളുടെയൊക്കെ മഹല്ല് കമ്മിറ്റിയുടെ ഒരു കുഴപ്പം എന്താ? നിങ്ങളുടെ ഒരു മഹല്ല് കമ്മിറ്റിയിൽ ഒരു യുക്തിവാദിയോ നിരീശ്വരവാദിയോ ഉണ്ടായാൽ നിങ്ങൾ അവനെ മഹല്ല് കമ്മിറ്റി പുറത്താക്കും. അയാളെ പിന്നെ നിങ്ങൾ പള്ളി കയറ്റില്ല. പക്ഷെ 100 ഭീകരന്മാർ അവിടെ ഉണ്ടായാലും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പോപ്പുലർ ഫ്രണ്ടുകാരുണ്ടായ പ്രശ്നമില്ല, സിമിക്കാരുണ്ടായാൽ പ്രശ്നമില്ല, പിന്നെ മദനിയുടെ പാർട്ടിക്കാരുണ്ടായാൽ പ്രശ്നമില്ല. മലദ്വാരത്തിൽ സ്വർണം കടത്തിയാൽ നിങ്ങൾ മഹല്ല് കമ്മിറ്റി പുറത്താക്കില്ല. മയക്കുമരുന്ന് ബിസിനസ് നടത്തിയവരെ നിങ്ങൾ ഈ പറയുന്ന മഹല്ല് കമ്മിറ്റി പുറത്താക്കില്ല, ഒന്നും ചെയ്യില്ല. പക്ഷെ ഒരാൾ അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞാൽ, മുഹമ്മദിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഉടനടി നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അവനെ പുറത്താക്കും. പക്ഷെ ഹിന്ദുക്കൾക്ക് ഇങ്ങനെ പറഞ്ഞാലോ, ഈ പറയുന്ന മലദ്വാരത്തിൽ സ്വർണം കടത്തുന്നവരെ ഞങ്ങൾ ഇനി അമ്പലത്തിൽ കയറ്റില്ല, മയക്കുമരുന്ന് ബിസിനസ് നടന്ന ഹിന്ദുവിനെ അമ്പലത്തിൽ കയറ്റില്ല, ഒരു കാരണവശാലും ഇത് ഹിന്ദുവിന് നടക്കില്ല. കാരണം ഹിന്ദുക്കൾ മതത്തെ അനുസരിക്കുന്നവരല്ല 90% ആളുകൾ, അല്ല ഒരു 70% ആളുകളും മതത്തെ പേടിയില്ലാത്തവരാണ്. എന്നാൽ മുസ്ലിങ്ങൾ നേരെ തിരിച്ചാണ്, ഒരു 90% ആളുകളും മതത്തെ ഭയമുള്ളവരാണ്. അപ്പൊ അതുകൊണ്ടാണ് മുമ്പ് ചേർക്കൾ അബ്ദുള്ളയുടെ നെറ്റിയിലെ ഒരു LKG കുട്ടി കുങ്കുമം തൊടിവിച്ചപ്പോ പാണക്കാട് നിന്ന് ഒരു ഫത്വ ഉണ്ടായല്ലോ, ഒറ്റ പള്ളിയിലും കയറ്റരുതെന്ന്. രായ്ക്ക് രാമാനം വന്നിട്ട് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തെ അവിടെ കയറ്റിയത്. അപ്പൊ ഇങ്ങനെ ഹിന്ദുവിന്റെ ഏതെങ്കിലും രാജ, ഉദാഹരണം ചിദാനന്ദപുരി സ്വാമികൾ ഞങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട ഗുരുനാഥനാണ്. അപ്പൊ ചിദാനന്ദപുരി സ്വാമികൾ സന്യാസ സമൂഹത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. അപ്പൊ അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കുന്നു.
അമ്പലത്തിൽ വരാത്ത ഹിന്ദുക്കൾ ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞാൽ അത് നടക്കുമോ? അങ്ങനെ ഒരു തരത്തിലും ഹിന്ദുക്കൾ അനുസരിക്കുന്നവരല്ല. അപ്പൊ സ്വർഗം കാണിച്ച് ഹിന്ദുവിനെ മോഹിപ്പിക്കുവാനോ നരകം കാണിച്ച് പേടിപ്പിക്കുവാനോ ഒന്നും സാധ്യമല്ല. അപ്പൊ നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള സ്വർഗവും ഞങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള സ്വർഗവും ഒരിക്കൽ കൂടി പറയുന്നു, അജഗജാന്തരമാണ്. അത്രയേറെ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.